മുഖ്യമന്ത്രി എന്നെ 2-3 തവണ വിളിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ബോധരഹിതനായി തല നിലത്തിടിച്ച് കിടക്കുക. 31-ന് അടച്ചില്ലെങ്കിൽ നടപടി വരും എന്നുള്ള അറിയിപ്പേ ഉള്ളൂ. വേറെ അതിനപ്പുറമുള്ള അറിയിപ്പൊന്നും വന്നിട്ടില്ല. മുസ്ലിം ലീഗ് നേതാവ് M.K. മുനീറിന്റെ കടബാധ്യത തീർത്തു. കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിലെ ബാധ്യത 49 ലക്ഷം രൂപ അടച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയാണ് കടം തീർത്തത്. പാർട്ടിയോട് അതിന് കടപ്പാട് പറയാമെന്നല്ലാതെ പിന്നെ അതിനപ്പുറം ഒന്നും പറയാനുണ്ടല്ലോ. ഞാൻ ആവശ്യപ്പെട്ടതൊന്നും അല്ല. പാർട്ടി നേരിട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. മോത്തി, തീർച്ചയായും കോഴിക്കോട് നടക്കാവിലെ ക്രസന്റ് ഹൗസ് M.K. മുനീർ ഇപ്പോൾ താമസിക്കുന്ന വീട്, ആ വീടായിരുന്നു ജപ്തി ഭീഷണിയിൽ ഉണ്ടായിരുന്നത്. ഈ മാസം 31-നകം 49 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നായിരുന്നു ബാങ്ക് അറിയിച്ചിരുന്നത്. ഇതാണിപ്പോൾ കടബാധ്യത വീട്ടിയിരിക്കുന്നത്. ഹലോ, ഐ ആം മുകേഷ് യാദവ്. M.K. മുനീർ 1987-ൽ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും ജയിച്ച് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അതിനുശേഷം 1991-ൽ അദ്ദേഹം MLA ആയിട്ട് ജയിച്ചു. വീണ്ടും അദ്ദേഹം 1996-ലും MLA ആയിട്ട് ജയിച്ചു. പിന്നീട് വീണ്ടും 2001-ലും അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ജയിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായത്. ഒരുപക്ഷെ ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചിരുന്നത് കേരളത്തിലെ റോഡുകൾ നന്നായി വരുന്നു, നന്നാക്കി എടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംഭാഷണം തുടങ്ങിയത്. ആ സമയത്തൊക്കെ ഞാനും സ്കൂൾ കുട്ടിയായിരുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഇദ്ദേഹത്തെക്കുറിച്ച് വലുതായിട്ട് കാര്യങ്ങൾ അറിയുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അടുത്ത ഇലക്ഷന്, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കുകയുണ്ടായി. അതും ഏകദേശം 5000-ഓളം വോട്ടുകൾക്കാണ് അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങിയത്. എന്നിരുന്നാൽ തന്നെയും 2011 നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചു കയറുകയും പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയായി തീരുകയും ചെയ്തു. ഇവിടെ ഇതൊക്കെ പറയാനുള്ളൊരു കാരണമുണ്ട്. അതായത് ഇങ്ങനെയുള്ളൊരു വ്യക്തി, അതും മുസ്ലിം ലീഗിൻ്റെ ഉയർന്ന നേതാവായ ഒരു വ്യക്തിയുടെ മകൻ, അതായത് CH മുഹമ്മദ് കോയയുടെ മകൻ, അവിടെ എടുത്തു പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തി, അതും മുസ്ലിം ലീഗിൽ നിന്നും ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാവുന്ന ഒരു വ്യക്തി. 2 മാസത്തോളം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദമെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ മകൻ 25 വർഷത്തോളം MLA ആയിരുന്ന ഒരു വ്യക്തി, അതിൽ 10 വർഷം കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നൊരു വ്യക്തി, അവിടെ 5 വർഷം പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് 50 ലക്ഷത്തിൻ്റെ കടം വന്നു എന്ന് പറയുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇവിടെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കടം വരുമായിരുന്നോ? ഒരിക്കലും വരുമെന്ന് തോന്നില്ല. അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഖജനാവ് മുടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആളുകൾ വരുന്നതെന്നും ഖജനാവ് കാലിയാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്നൊരു ചൊല്ലുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയൊക്കെ അദ്ദേഹം അങ്ങനെ ഖജനാവ് കാലിയാക്കിയിട്ടുണ്ടെങ്കിൽ M.K. മുനീർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഇന്ന് ഈ അനുഭവം ഉണ്ടാവത്തില്ലായിരുന്നു. ഏകദേശം 90 ലക്ഷത്തോളം രൂപ അദ്ദേഹം മെയിൻ്റനൻസിന് വേണ്ടി ബാങ്കിൽ നിന്നും കടം വാങ്ങിയെന്നാണ് പറയുന്നത്. അതിൽ കുറേയൊക്കെ അദ്ദേഹം അടച്ചു കഴിയുകയും എന്നാൽ ലോൺ 10 വർഷമായതിനെ തുടർന്ന് തന്നെ തിരിച്ചടയ്ക്കേണ്ട അവസാന തീയതി തീരേണ്ട സമയമായപ്പോൾ അദ്ദേഹമല്ല ഇത് ജനങ്ങളോട് പറഞ്ഞത്. പലരും ഇക്കാര്യം അറിഞ്ഞ് അദ്ദേഹത്തിനോട് വാർത്താ സമ്മേളനത്തിന് ചോദിച്ചതാണ്. അങ്ങനെയാണ് ഇക്കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇവിടെയൊക്കെ ഓർക്കേണ്ടത് സ്വന്തം കൂട്ടുകാർക്ക് പോലും, അതായത് മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾക്ക് പോലും, സഹപ്രവർത്തകർക്ക് ആർക്കും തന്നെ ഈ കടത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അത്രമാത്രം രഹസ്യമാക്കി വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് പുറത്തായത്. അവിടെ അന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ എത്രത്തോളം ആളുണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ആ 50 ലക്ഷം രൂപ അടച്ച് അദ്ദേഹത്തിൻ്റെ കടം തീർത്തതും. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഉദാഹരണമാണ് M.K. മുനീർ. അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഈ അവസ്ഥ വരേണ്ടി വരത്തില്ലായിരുന്നു. അവിടെയും ഡോക്ടറായിരുന്ന അദ്ദേഹത്തിനെ കടക്കാരനാക്കിയതും അദ്ദേഹത്തിൻ്റെ അസുഖമാണ് എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മകൻ 10 വർഷം മന്ത്രിയായിരുന്ന വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള കടങ്ങൾ സ്വാഭാവികമായിരിക്കും. അവിടെയൊക്കെ M.K. മുനീർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നതും. അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ആരോഗ്യ പ്രശ്നം നേരിടേണ്ടി വന്നു എന്നുള്ളതുമാണ് ഈ കടത്തിനിടയാക്കിയെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ടു നോക്കാം. കുറേ ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലില്ല. കാരണം ഞാൻ അന്നത്തെ ദിവസം വളരെ സജീവമായി കൊടുവള്ളിയിലെ ഒരു ഗ്രാമയാത്രയുണ്ടായിരുന്നു. ഗ്രാമയാത്രയിൽ പങ്കെടുത്ത് ഏകദേശം 380ഓളം പരാതികൾ സ്വീകരിച്ച് അതിലേകദേശം 100-180 പരാതികൾക്ക് പരിഹാരം കണ്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വിവിധ തലങ്ങളിലേക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സന്ദർഭമായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസമാണ് കൊടുവള്ളി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തുകളും അതിന് മുമ്പ് ഗ്രാമയാത്ര നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രാമയാത്രയ്ക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് കലശലായിട്ടുള്ള ഈ വയറിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഫുഡ് പോയ്സൺ അല്ല, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം 2-3 ദിവസമായി അതുണ്ട് ഞാൻ. പക്ഷെ അതെല്ലാം
മറികടന്നുകൊണ്ടാണ് ഈ പരിപാടിക്കൊക്കെ പോയത്. അങ്ങനെ ഞാൻ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ അവസാനത്തെ ഒരു ദിവസമാണ് ഈ ഗ്രാമയാത്രയുടെ കൊടുവള്ളിയുള്ള പരിപാടികൾ, അപ്പോൾ അതിന് ഞാനൊന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വന്നോളാം. അപ്പോൾ ഡോക്ടർ മനസ്സോടെ എന്നാൽ പോയിട്ട് രാത്രി ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിപാടിക്ക് ഒക്കെ പോയി വളരെ സജീവമായി ഒക്കെ എല്ലാ പരിപാടിയും അറ്റൻഡ് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് പിന്നെ ഞാനും ഭാര്യയും കൂടി ഹോസ്പിറ്റലിൽ പോയി ഒരു റൂം എടുത്ത് അതിൽ അഡ്മിറ്റായി, മെട്രോ ഹോസ്പിറ്റലിൽ ഒരു റൂമിൽ. രാത്രി ഇതേപോലെ തന്നെ എനിക്കും വയറ് പ്രശ്നമായിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞത് പിന്നെല്ലാം ഞാൻ പറഞ്ഞു കേൾക്കുന്നതാണ്, ഒരു ബക്കറ്റ് ഇങ്ങനെ നീങ്ങുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഭാഗ്യത്തിന് പിന്നെ ഭാര്യ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് അർദ്ധരാത്രിയാണ്, പക്ഷെ ഉറങ്ങിയിട്ടില്ല. 12 മണി ആറായി. ഇത് തുറന്നു നോക്കുമ്പോൾ ഞാൻ ബോധരഹിതനായി തല നിലത്തിടിച്ച് കിടക്കുകയാണ്. നെറ്റിയൊക്കെ മുളച്ചിട്ടുണ്ട്. അവളപ്പോൾ തന്നെ എമർജൻസി അലാം കൊടുത്ത്. അപ്പോഴേക്കും 1-2 സ്റ്റാഫുകൾ വന്നു. അതിൽ അരുൺ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് CPR കൊടുക്കുന്നത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പൾസ് ഉണ്ടത് നോക്കുമ്പോൾ പൾസില്ല. അപ്പം യഥാർത്ഥത്തിൽ കാർഡിയാക് അറസ്റ്റാണ്. കംപ്ലീറ്റായിട്ട് ബോഡി നിശ്ചലമാണ്. പക്ഷേ അവൻ ഈ CPR തന്നു തുടക്കത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫും എമർജൻസി മെഡിസിൻ ഓടി വന്ന് അവർ CPR കണ്ടിന്യൂ ചെയ്ത് ഏകദേശം 7.5 റൗണ്ട് CPR കൊടുത്ത ശേഷമാണ് എനിക്ക് പൾസ് തിരിച്ചു വരുന്നത് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്നെ നേരെ ICUവിലേക്ക് കയറ്റി വെൻറ്റിലേഷനിലേക്ക് പോയി. ഈ 4 ദിവസം എനിക്ക് വെൻറ്റിലേറ്ററിൽ കിടന്നതൊന്നും ഓർമ്മയില്ല. വളരെ ബ്ലാങ്കായിട്ട് ഉള്ള ദിവസങ്ങളായിരുന്നു. പിന്നെ പതുക്കെ അപ്പം ഡോക്ടറും പറഞ്ഞു എഴുന്നേറ്റ് കഴിഞ്ഞാലേ പറയാൻ പറ്റൂ ബ്രെയിനിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, കാരണം ഈ ഹൈപ്പോക്സിയ വന്നു കഴിഞ്ഞാൽ ഈ ബ്രെയിനിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ കയറിയിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ബ്രെയിൻ ഡാമേജ് വരും, അല്ലെങ്കിൽ സംസാരത്തിന് എന്തെങ്കിലും പ്രശ്നം വരും എന്നൊക്കെ ഉള്ളത് അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ 5-ാമത്തെ ദിവസം അവരിങ്ങനെ ട്രക്യോസ്റ്റമി ചെയ്യാൻ തീരുമാനിച്ചത്. ഇവിടെ ഒരു ദ്വാരം ഇടാൻ വേണ്ടി തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അവർ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒന്ന് മൈൻഡിൽ പ്രശ്നമില്ല, മെമ്മറിക്ക് പ്രശ്നമില്ല, സംസാരത്തിനും പ്രശ്നമില്ല. അപ്പം അതൊരു മിറക്കിളാണ്. നമുക്ക് അങ്ങനെ ഒരു തിരിച്ചു വരവ്, അതേപോലെ തിരിച്ചു വരിക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തോ പ്രാർത്ഥനകൾ കൊണ്ട് അങ്ങനെ ആയതാണ്. സത്യത്തിൽ ഞാനിന്നും വിശ്വസിക്കുന്നു ആ സമയത്ത് ജാതി മത വ്യത്യാസമില്ലാതെ കേരളത്തിനകത്തും പുറത്തും ധാരാളം പ്രാർത്ഥനകൾ നടന്നു എന്നുള്ളതാണ്. അതെല്ലാ മതപണ്ഡിതന്മാരും, അത് ക്രിസ്തീയ പിതാക്കന്മാരാവട്ടെ, മുസ്ലിം പണ്ഡിതന്മാരാകട്ടെ, ഹിന്ദു നേതാക്കന്മാരാകട്ടെ, അവരെല്ലാം ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ തിരിച്ചു വരവിനെ എൻ്റെ 2ാം ജന്മമായി കാണുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു കടം ഉണ്ടായത് തന്നെ. അതൊരു പക്ഷേ ഏതൊരു വ്യക്തിയായിരുന്നാൽ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് വരുന്ന പല കാര്യങ്ങളും നമ്മളെ സമ്പന്നതയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് MK മുനീർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സംഭവിച്ചത്. അവിടെയൊക്കെ അദ്ദേഹത്തിന് പലരോടും കടം ചോദിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലെ സൗഹൃദങ്ങൾ എടുത്ത് അദ്ദേഹത്തിന് ഈ കടം തീർക്കാമായിരുന്നു. എന്നിട്ടും സ്വയമായിട്ട് തീർക്കാൻ നോക്കിയത് കൊണ്ട് തന്നെയാണ് ആ കടം ഇത്രയും പെരുകിയതും അത് അവസാനം ജപ്തിയുടെ വക്കിലേക്ക് എത്തിയതും. ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ പല തീരുമാനങ്ങളും എടുത്തൊരു വീട് കൂടിയായിരുന്നു MK മുനീർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്. അത് മുൻ മുഖ്യമന്ത്രിയായ മുഹമ്മദ് കോയയുടെ വീട് കൂടിയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ആ കടം അടച്ചു തീർത്തത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും ആദ്യം നമുക്ക് കേട്ടു നോക്കാം. ഇന്നലെ നമ്മൾ ഈ വാർത്ത നൽകിയപ്പോൾ തന്നെ മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതൃത്വം മുനീർ MK മുനീറുമായി ബന്ധപ്പെട്ടിരുന്നു. ഉടൻ തന്നെ വേണ്ടത് പാർട്ടി ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. MK മുനീർ അങ്ങനെ പാർട്ടിയോട് നേരിട്ട് പാർട്ടി അങ്ങനെ ഒരു കടബാധ്യത തീർക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല. പക്ഷേ പാർട്ടി തന്നെ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്ത് അത്തരമൊരു നീക്കം നടക്കുകയായിരുന്നു. അതോടുകൂടിയാണ് ഇപ്പോൾ ആ ജപ്തി ഭീഷണി ഒഴിവായിട്ടുള്ളത്. ക്രസന്റ് ഹൗസ് CH മുഹമ്മദ് കോയ അദ്ദേഹത്തിന്റെ പിതാവ് സ്ഥാപിച്ച വീടാണ്. മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ആസ്ഥാന കേന്ദ്രമായിരുന്ന സ്ഥലമാണ്. ഇവിടേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യക്തി ജീവിതത്തിലുണ്ടായ ഈ അനുഭവങ്ങൾ അതൊന്നും ഒരിക്കലും പാർട്ടി അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയോട് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം അവസാന നിമിഷം പോലും അത് ആരോടും പറഞ്ഞില്ല എന്നുള്ളതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പലരും ആ സമയത്ത് വിളിച്ചിരുന്നു, പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ തന്നെയും മുസ്ലിം ലീഗ് തന്നെ ആ കടം വീട്ടുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് MK മുനീറിൻ്റെ അഭിപ്രായം എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, പാർട്ടിയോട് അതിന് കടപ്പാട് പറയാമെന്നല്ലാതെ പിന്നെ അതിനപ്പുറം ഒന്നും പറയാനുണ്ടല്ലോ. ഞാൻ ആവശ്യപ്പെട്ടതൊന്നും അല്ല. പാർട്ടി മുൻകൈയെടുത്ത് പാർട്ടി നേരിട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ പാർട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ട്.
ഞാൻ എപ്പോഴെങ്കിലും പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പാർട്ടി എന്നെയും തള്ളി പറഞ്ഞിട്ടില്ല ഒരിക്കലും. അത് ഒരു പരസ്പര പൂരകമായി നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. കാരണം ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചൊരു വീടാണ്. ഈ വീട്ടിൽ നിന്നാണ് പിന്നെ പാർട്ടിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മുഴുവൻ പിന്നെ കുടുംബവും അതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാറ്റിൻ്റെ ഉപരിയാണ് പാർട്ടി. പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെയൊക്കെ നമുക്കറിയാവുന്നതാണ്, ഇന്ത്യ വിഷൻ പോലൊരു ചാനൽ അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നും അവിടെയൊന്നും അദ്ദേഹം ഒരു പത്രമാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിട്ടില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭേദമെന്നില്ലാതെ പലരും, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് വരെ അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ ആളുണ്ടായിരുന്നു എന്നുള്ള കാര്യവും എടുത്തു പറയുന്നുണ്ട്. ഈ ജപ്തി ചെയ്യാൻ പോയ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ ഓർമ്മകളടങ്ങിയ ഒരു വീടാണ്. അതായത് MK മുനീറിൻ്റെ അച്ഛൻ്റെ കാലത്ത്. എനിക്കതിൽ ഉള്ള ഒരു വലിയൊരു വൈകാരികത എന്ന് പറയുന്നത് നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ ഒറ്റപ്പെടില്ല എന്നുള്ളതാണ്. സമൂഹം മുഴുവൻ ജാതിമത വ്യത്യാസമില്ലാതെ സാമൂഹ്യ കലാ സാംസ്കാരിക സിനിമ രംഗങ്ങളിലുള്ളവർ പോലും വിളിച്ചിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ ഈ ഒരു സുമനസ്സിന് നന്ദി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് അല്ലാത്ത രീതിയിലൊന്നും ആവശ്യമില്ലല്ലോ, ഇതല്ലാത്തതൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ ജീവിക്കായിരുന്നെങ്കിൽ എനിക്ക് വളരെ സുഖമായി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ പലതരത്തിലുള്ള ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ പല കാര്യങ്ങളും പലരും പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെ വൈകിയാണെങ്കിലും ഒരു നീതി കിട്ടി എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മളൊന്നും അവരുടെ ഒന്നും ഒരു അരിമണി പോലും അപഹരിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടെയൊക്കെ ചിലർക്കെങ്കിലും സംശയമുണ്ടായിരിക്കും, MK മുനീറാണോ ഇക്കാര്യം വന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞതെന്ന്. എന്നാൽ അങ്ങനെയുള്ള വാർത്ത മുനീർ പത്രമാധ്യമങ്ങളിൽ വന്ന് പറയുകയായിരുന്നില്ല. തിരിച്ച് പലരും അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, ഇങ്ങനെ താങ്കളുടെ വീടിന് ജപ്തി ഭീഷണി നേരിടുന്നുണ്ടോ എന്നുള്ള ചോദ്യം എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിലാണോ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയും അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം മറച്ചു വെച്ചതും. എന്നിരുന്നാൽ തന്നെയും ഇങ്ങനൊരു ചോദ്യം വന്നതിനെ തുടർന്നാണ് അദ്ദേഹം ആൻസർ പറയുകയും ചെയ്യുന്നത്. അത് നമുക്ക് ആ വാർത്ത കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം, അദ്ദേഹം എന്താണ് ആ സമയത്ത് പറഞ്ഞതെന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വിഷമം പിടിച്ച വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ വീട് ജപ്തി ഭീഷണി നേരിടുന്നു. എന്താണ് പറഞ്ഞേ? അത് എൻ്റെ വ്യക്തിപരമായ വിഷയമല്ലേ, തിരഞ്ഞെടുപ്പ് വഴി അതിന് ബന്ധമില്ലല്ലോ. അത് പരിഹരിക്കുന്നത് ഞാൻ മാത്രമാണല്ലോ. എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു ലോൺ എടുത്തതാണ്. ലോണ് തിരിച്ചടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലായിരുന്നു. പതുക്കെ അടക്കാമെന്നൊക്കെയുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് വേറൊരു വീടുണ്ടായിരുന്നു. ഒരു 8 സെൻറ്റ് സ്ഥലത്ത് ജാഫർ കോളനിയിൽ ഞാൻ ആദ്യം താമസിച്ച വീടുണ്ടായിരുന്നു. അത് വിറ്റു. അതിലൊരു ഭാഗം ഞാൻ ഇതിൻ്റെ ലോണിൻ്റെ ഒരു ഭാഗമായിട്ട് അടച്ചു. ബാക്കിയുള്ള ഭാഗം അടക്കാൻ നമ്മൾ വൈകുന്തോറും അതിങ്ങനെ കൂടി വരുമല്ലോ. അപ്പം അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടില്ല. അതാണ്. എന്നാലും ബാങ്ക് പരമാവധി പിന്നെ സമയത്ത് നീട്ടി തന്നിട്ടുണ്ട്. ഞാൻ ബാങ്കിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. അവർക്കത് തിരിച്ചു പിടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ വീട് നൽകിയിട്ടാണല്ലോ ലോൺ എടുക്കുന്നത്. അപ്പോൾ പിന്നെ അവരിതിനെ ഈട് തിരിച്ചു പിടിച്ച് ലോണിൻ്റെ സംഖ്യ കണ്ടെത്തുക എന്നാണ് പിന്നെ ബാങ്കിനുള്ള ഫോർമുല. ഇവിടെ നിന്ന് ഒരു കാര്യവും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇതങ്ങനെ തുറന്നു പറയേണ്ട കാര്യമൊന്നും അല്ല. ഇങ്ങനൊരു സംഭവമുണ്ട്, അത് സത്യമാണ്, നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് എന്നവിടെ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാതെ MK മുനീർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ, ഏകദേശം 4 നൂറ്റാണ്ടോളം MLA ആയിരുന്നൊരു വ്യക്തിക്ക്
ഇങ്ങനൊരു കടബാധ്യത ഉണ്ടാകുമ്പോൾ അദ്ദേഹം വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞ് തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയായിരുന്നില്ല. അങ്ങനൊരു വിചാരവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇങ്ങനൊരു കാര്യം ആരെങ്കിലും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് തന്നെ ആ കടം വീട്ടാമായിരുന്നു എന്നും തോന്നിപ്പോകുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കട്ടെ. വിൽക്കാനൊന്നുമില്ല ഇനി. അത് എന്താ മാർഗം നോക്കണം. ഏതായാലും അടച്ചല്ലേ പറ്റും. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം അത് എൻ്റെ വ്യക്തിപരമായ കാര്യമായിരുന്നു. CK സുബൈറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, മുനീർ സാഹിബിനെ ഒറ്റക്കാക്കില്ല, പാർട്ടി ഇടപെടുന്നതാണ്. ഇതൊക്കെ ഒരു നന്മയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. പക്ഷെ പാർട്ടി ഇതിലൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാനല്ലേ ഞാൻ ഒറ്റക്കാണല്ലോ ഇതിൻ്റെ കാരണക്കാരൻ. അതുകൊണ്ട് പാർട്ടിക്ക് ഇതിലേക്ക് വലിച്ചേക്കണ്ട. പാർട്ടി സഹായിക്കില്ലേ? അത് ഞാൻ അങ്ങനെ ചോദിക്കാറില്ലല്ലോ. ഞാനങ്ങനെ നമുക്ക് നേരത്തെ ചോദിക്കായിരുന്നു. അത് ഇത് തിരിച്ചടക്കണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ളതൊന്നും നിർത്താനും പറ്റില്ലല്ലോ. പെട്രോൾ അടിക്കണം, ഫോൺ ബില്ല് അടക്കണം, വീട്ടിലെ ചിലവ് നടത്തണം, അതെല്ലാം ചെയ്യണ്ടേ. നമുക്ക് കിട്ടുന്ന പൈസ അതിന് തികയുള്ളതായിരുന്നു. ഇത് അടക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പലതും നോക്കിയിരുന്നു. പക്ഷെ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മളിതുവരെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും മാർഗങ്ങളുണ്ടാവും. നേതൃത്വമൊക്കെ വിളിച്ചിരുന്നു എന്നെ. പക്ഷെ ഞാനങ്ങനൊരു സഹായിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പാർട്ടിയോട് അങ്ങനെ പറയുന്നത് ശരിയല്ല. എന്തൊക്കെയോ ഇളവ് കൊടുത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം. അതായത് ബാങ്ക് അവരെ സഹായിച്ചെന്നാണ് പറയുന്നത്. ഒറ്റ സെറ്റിൽമെൻറ്റിൽ 59 ലക്ഷം എന്നുള്ളത് 49 ലക്ഷം രൂപയാക്കി കൊടുക്കുകയും അത് അടച്ചുകൊള്ളാം എന്ന് പറയുകയും ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് അത് അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം തന്നെ പറഞ്ഞു വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പണമല്ലല്ലോ പ്രധാനം. പണത്തിനേക്കാളൊക്കെ മുകളിൽ എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങളൊക്കെ വന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമില്ല. അന്വേഷിക്കാനുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 ലോണായിട്ട് എടുത്തത്. 70 ലക്ഷം രൂപയാണ് എടുക്കുന്നത്. ഇത് റെനോവേറ്റ് ചെയ്യാൻ. അതിൽ ഞാൻ പറഞ്ഞില്ല, അവിടെ ഉള്ളൊരു ഇത് വിട്ടിട്ട് കുറച്ച് പൈസ കൊടുക്കും. പക്ഷേ ഏകദേശം ഞാൻ 70-60ഓളം അടച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും 58-59 വരികയാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഒരു മീറ്ററിട്ട മാതിരിയല്ലേ. ഇപ്പോൾ ഈ 31 അടച്ചില്ലെങ്കിൽ ഇനി അത് ഏതിലേക്ക് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യ വിഷൻ്റെ ബാധ്യതകൾ എന്ന് പറയുന്നത് അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് വേറെയാണ്. അത് പിന്നെ ഒരു കമ്പനിയാണ്. അത് കമ്പനിയാണ്. കമ്പനി ആണ് ആ ബാധ്യത. കമ്പനി എന്ന് പറഞ്ഞാലും കമ്പനിയിൽ ആരൊക്കെ സഹായിക്കുന്നുണ്ട് ആലോചിക്കാറ്. അന്തിമമായി അതും പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് ഒരു ബാധ്യതയും നമുക്ക് ബാക്കി വെക്കാൻ പറ്റില്ല. എനിക്കാകെ ഞാനൊരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്. പിന്നെ എനിക്ക് വളാഞ്ചേരിയിൽ ഒരു വാടക കെട്ടിടത്തിൽ ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. കച്ചവടം എനിക്ക് പറഞ്ഞതല്ല. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നിന്നും വരുമാനം ഇല്ലയെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ അത് ശ്രദ്ധിച്ച് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമ്മൾ കണ്ടത്. ഇത്രയും വർഷമൊക്കെ ജനങ്ങളെ സേവിച്ചൊരു വ്യക്തിക്ക് എന്ത് തന്നെയാലും ഈ 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വലിയ തുകയല്ല. പലരും ഈ സമയത്തും പറഞ്ഞു നടക്കുന്നുണ്ട് അദ്ദേഹം പൈസ എല്ലാം വേറെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഇത് പുറത്ത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കഥയാണ്, അദ്ദേഹം ലോൺ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിറയെ പൈസ വേറെ ഉണ്ട് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ എന്ത് സത്യമുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളിൽ തന്നെ പലരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന റോഡുകൾ എങ്ങനെയായിരുന്നു എന്നും, അതായത് 2001 കാലഘട്ടത്തിൽ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന റോഡുകളുടെ അവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു അന്നുണ്ടായിരുന്നതെന്നും, അതുപോലെ തന്നെ അദ്ദേഹം എത്രമാത്രം ജനങ്ങളുമായിട്ട് അടുത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നെന്നും, ജാതിമത ഭേദമില്ലാതെ അദ്ദേഹത്തെ പലരും സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ്. അത് ശരിയാണെന്ന രീതിയിൽ തന്നെയാണ് പല നേതാക്കളും ഈ ഒരു അവസ്ഥയിലും അദ്ദേഹത്തെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതും സഹായം നൽകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അതൊക്കെ ഒരു നല്ല രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് മാത്രമായിരിക്കാം ഇങ്ങനെയുള്ള അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായത്.
അദ്ദേഹം രാഷ്ട്രീയം ഉപയോഗിച്ച് സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ അത്രയധികം സ്വത്തുവകകൾ സമ്പാദിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കണം ഇങ്ങനൊരു അനുഭവം വന്നത്. അത് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കണം ഇന്നിപ്പോൾ പലരും അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നതും മുസ്ലിം ലീഗ് തന്നെ ആ കടം വീട്ടിയത്. എന്തായാലും രോഗം മനുഷ്യനെ ഏതവസ്ഥയിലേക്കും എത്തിക്കും. ദാരിദ്ര്യത്തിലേക്ക് മാറാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. എന്തായാലും ഈ വേളയിൽ MK മുനീർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവരും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചമാവട്ടെ. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.